240 തിയേറ്ററിലേക്കായിട്ട് 70 ലക്ഷം രൂപ കളക്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ ബ്ലാസ്റ്റ് മൂവിയുടെ ഒന്ന് രണ്ട് കളക്ഷന്റെ റിപ്പോർട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് വ്യാഴാഴ്ച ദിവസം ഈ 40 തിയേറ്റർ റിലീസ് ആയപ്പോൾ ഇതിന് മൊത്തത്തിൽ കിട്ടിയേക്കുന്ന കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും 3 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് കിട്ടിയേക്കുന്നത്. വെള്ളിയാഴ്ച ആ പടത്തിന് 70 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, ഇത് 70 തിയേറ്ററിലേക്ക്. പിന്നെ അതേപോലെ തന്നെ അപ്പൊ വെള്ളിയാഴ്ച ആയ അപ്പൊ ശനിയാഴ്ച അത് നേരെ 122 തിയേറ്ററിലേക്കായി 40 ലക്ഷം രൂപ കളക്ഷൻ വന്നു. പിന്നെ ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം 240 തിയേറ്ററിലേക്കായിട്ട് 70 ലക്ഷം രൂപ കളക്ഷൻ ആയിട്ടുണ്ട്. അത് തിങ്കൾ, അതായത് ഇന്ന് എങ്ങനെയൊക്കെയാലും ഒരു 10-30 ലക്ഷം രൂപ ഓടും. കാരണം അതിന്റെ ഒരു ഇതാണ് വന്നേക്കുന്നത്. എല്ലാം അത്യാവശ്യം ഹൗസ്ഫുൾ ആണ് പടം. അപ്പൊ ഈ കിടന്ന് തെള്ളുന്നവരടുത്ത് ഞാൻ വേറെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞാണ്. അതേപോലെ ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടല് നമ്മളിപ്പം വേൾഡ് വൈഡിൽ മൊത്തത്തിൽ ഫസ്റ്റ് ഡേ മൊത്തത്തിൽ 1.25 കോടി രൂപയാണ് മൊത്തത്തിൽ നടന്നത്. സെക്കൻഡ് ഡേ ആണെങ്കിലോ എല്ലാവരുടെ കാണുമ്പോൾ 2 ദിവസം. അപ്പൊ 2 ദിവസം കൊണ്ട് പിന്നെ ടോട്ടൽ കണക്ഷൻ അങ്ങനെ കൂട്ടും. ഇപ്പൊ 1.25 ഇപ്പൊ യഥാർത്ഥം അങ്ങനെ വെച്ച് കണക്ക് കൂട്ടുമെങ്കിൽ കറക്റ്റ് 2.5 വരട്ടെ. സെക്കൻഡ് ഇത് ഒറ്റ അടിക്ക് 6 കോടി രൂപയായി. 3-ാമത്തെ ദിവസം 12 കോടി രൂപയാണ്. 6-നകത്ത് നേരെ 12 കോടി ടോട്ടൽ കളക്ഷൻ ആണ് ഞാൻ ഈ പറയുന്നത്. 12 കോടിയിലേക്ക് 4-ാം ദിവസം, അതായത് ഞായറാഴ്ച ഇന്നലെ ഇത് കളക്ട് ചെയ്തത് 21.58, അതായത് ഞായറാഴ്ച വരെ 21.58 ലക്ഷം രൂപയാണ്. ഇതിന്റെ ബഡ്ജറ്റോടെ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ബഡ്ജറ്റ് 15 to 25 ഉള്ളിലാണ് ഇതിന്റെ ബഡ്ജറ്റ് യഥാർത്ഥത്തിലായത്. ഓക്കെ, അപ്പം ഇത് 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്ത് 21.58 ലക്ഷം രൂപ. ഇപ്പൊ ഈ പടം ഇത്രയും ഹിറ്റാന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ വേറെ ഇതേപോലെ ഈ പടത്തിനെ കുറിച്ചിട്ട് ഓരോ ആൾക്കാര് പിന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞാലും ഒരു വ്ളോഗർ ഈ പടത്തിനെ കുറിച്ച് മോശം പറയാമെങ്കിൽ ഞാൻ ഇന്ത്യ മണി 1000 രൂപ കൊടുക്കും എന്ന് പറയാം. അപ്പം അവൻ ഓരോരുത്തർ ചുമ്മാ റിവ്യൂ എടുത്തു. ആ റിവ്യൂ എടുത്തപ്പം പുള്ളിക്കാരൻ എല്ലാരും പോസിറ്റീവ്. ലാസ്റ്റ് തന്നെ 1000 രൂപ പോക്കറ്റ് വെച്ചിട്ട് തന്നെ പോയി. അപ്പൊ ഒന്ന് ആലോചിക്കണം, അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിട്ട് ഞാൻ എന്റെ അറിവില് എന്റെ ഒരു ഇത് കാഴ്ചപ്പാടിൽ ഞാൻ പറയാം. വേണേ ആൾക്കാർക്ക് വേണ്ടി സംശയം ഉണ്ടെങ്കിൽ കമന്റ് അടിക്കാം. പിന്നെ എന്റെ അറിവില് ഞാനാണെങ്കിൽ ഈ നെഗറ്റീവ് വരാത്ത, ഇപ്പൊ ഈ ടൈം വെച്ച് പറയുകയാണ്, നെഗറ്റീവ് ഒട്ടും പറയാത്ത ഞാൻ കാണാത്ത എന്റെ കണ്ണിൽ ഞാൻ കാണാത്ത ഇതുവരെയുള്ള 2 പടമുണ്ട്. അത് ഒന്ന് ഈ ബ്ലാസ്റ്റ് ആണ്. 2-ാമത്തെ പടം തുടരും മൂവി. ഇത് രണ്ടുമാണ് ഞാൻ കാര്യം എൻ്റെ അടുത്ത് ആരും നെഗറ്റീവ് പറയുന്നതായിട്ടോ നമ്മൾ ഏത് റിവ്യൂ എടുത്തു നോക്കിയാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം വരാത്ത ഈ 2 മൂവീസാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഞാൻ കാണാത്ത കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറയും ഇത് അതൊക്കെ ഞാൻ പറയുന്നില്ല. ഞാൻ എന്റെ കാര്യമാണ് പേഴ്സണലി പറഞ്ഞത്. ഈ തുടരും എടുത്തു നോക്കിയാലും ബ്ലാസ്റ്റ് എടുത്തു നോക്കിയാൽ ബ്ലാസ്റ്റ് കത്തി കയറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പോവാണെങ്കിൽ ഫുൾ 250 ഇപ്പൊ നാളത്തെ കളക്ഷൻ അറിയാം. അപ്പം ഞാൻ ഇന്ന് വരെയുള്ള കളക്ഷനാണ് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ആ പടം അപ്രതീക്ഷമായിട്ട് ഇതേപോലെ തന്നെ രാക്ഷസ മൂവി ഇതേപോലെ തന്നെ ആയിരുന്നു നമുക്ക് കിട്ടിയത്. ആരും തിയേറ്ററിൽ ഫസ്റ്റ് കാണാനൊന്നും ആളില്ലായിരുന്നു. പിന്നെ അത് കേട്ടോ അടിപൊളി പടം ഓടി. പിന്നെ അത് മൗത്ത് പബ്ലിസിറ്റി കൂടിയാണ് ആ പടം അത്രയ്ക്കും ഹിറ്റ് ആയത്. അതേ സെയിം പാറ്റേണിലാണ് ഇപ്പൊ ബ്ലാസ്റ്റ് വന്നേക്കുന്നത്. ബ്ലാസ്റ്റ് ഒരു രക്ഷയില്ല. പോയി കാണേണ്ട പടം, മിസ്സാക്കരുത് ആരും.